ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചുവന്നുള്ളി കൊണ്ട് നമുക്ക് എങ്ങനെ കുട്ടികളിലെ ചുമ മാറ്റിയെടുക്കാമെന്നാണല്ലോ. ഇപ്പൊ ഇത് മഴക്കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളിലെ ചുമ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നത് സാധാരണമാണ്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നതോ ഡോക്ടറെ കാണുന്നതോ പലർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് വീട്ടിലുള്ള ഈ ഒരു റെമഡിയൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ടും നമുക്ക് കുറവില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു 4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ഇതിന്റെ തൊലി ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ തൊലിയൊക്കെ നന്നായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടോ. അപ്പോൾ കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെച്ചെടുക്കാം. ഇനി ഇത് നന്നായി നമുക്കൊന്ന് കുത്തി ഉപയോഗിച്ച് ഇടിക്കല്ലോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായി ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് കുത്തി വെച്ച് വെക്കുന്നുണ്ട് ഇതിന്. ഇത് കുട്ടികൾക്കൊക്കെ ഉള്ള ചുമക്ക്, അതുപോലെ വലിയവർക്ക് പ്രായമായവർക്കൊക്കെ നിങ്ങൾക്കിത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടത്. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറവില്ലെങ്കിൽ മാത്രം ഡോക്ടറെ കാണാൻ ശ്രമിക്കുക. ചുവന്നുള്ളിയൊക്കെ നമ്മുടെ കഫക്കെട്ടിനും അതുപോലെ ചുമക്കും ഒക്കെ വളരെ ഉത്തമമായൊരു പരിഹാരമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു തരം നീരാണ് കേട്ടോ. ഇതിന്റെ ഈ നീര് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ഇട്ടിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പൊ അതായത് ഇതില് വളരെ കുറച്ച് നീര് മാത്രമേ കിട്ടൂ കേട്ടോ. ഇത്രയും നീരൊക്കെ കിട്ടാറുള്ളൂ. കുറച്ച് ചുവന്നുള്ളി ആയതുകൊണ്ട് ഇനി മിക്സിയിലൊക്കെ ഇട്ടൊന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ കിട്ടും. അത് ഞാനിത് വെറും 4 ഉള്ളി എടുത്തതുകൊണ്ടാണ് ഇത്രയും കുറവ് കിട്ടുന്നത് കേട്ടോ. ഇത് ഈ ഒരു മിശ്രിതമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്, അപ്പൊ ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരല്പം കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇതുപോലെ ഒരല്പം കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു മിശ്രിതത്തിലേക്ക് ഒരല്പം തേന് കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് വെറും വയറ്റിലോ അതുപോലെ തന്നെ മുതിർന്നവർക്കും പ്രായമായിട്ടൊക്കെ ഇത് വെറും വയറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ചുമക്ക് ഒരു പരിഹാരമാണ്. കുരുമുളക് നല്ല ചുമയുള്ളപ്പോൾ, പ്രത്യേകിച്ച് നല്ല ഈ റഫ് ഡ്രൈ കഫ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ കുരുമുളക് പൊടിയൊക്കെ ചവച്ച് തിന്നാൻ പല ആയുർവേദ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു മിശ്രിതം ഉള്ളിയും ചുവന്നുള്ളിയും കുരുമുളകും തേനും കൂടി ചേർത്തുള്ള ഈ ഒരു മിശ്രിതം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ, വെറും വയറ്റ് കൊടുക്കുകയാണെങ്കിൽ ചുമക്ക് ഒരു പരിഹാരം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉള്ള ടിപ്പുകളുമായി ഇനി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.